സാർ, കോൺഗ്രസ് നേതാക്കൾ പുതിയ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയിലൂടെ ഇനി അവർക്ക് പുതിയ പുതിയ ഐഡിയകൾ പഠിക്കാം. AI സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് നേതാക്കളിൽ പരിശീലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. അതെന്താണ്? രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ബുദ്ധിക്കുറവുണ്ടെന്ന്? അല്ല, ഇവർ ഈ കോൺഗ്രസ്സുകാർ മന്ദബുദ്ധികളാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പം AI അല്ലേ, നിർമ്മിതി ബുദ്ധിയും കൂടെ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെയായിരിക്കും നടക്കുന്നത്? പിന്നെ അല്ലെങ്കിലോ ഇവർ മസിൽ വരിപ്പിച്ച് നടക്കുന്നവരാണ് പെട്ടിയെടുപ്പുകാർ. ഇനിയിപ്പോൾ എനിക്കൊന്നും മിക്കവാറും റോബോട്ടുകളെ ഇറക്കും പെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോൺഗ്രസ്സിന് ഇവർക്കിത് എങ്ങനെ മുമ്പോട്ട് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും ഒരു വലിയ തിട്ടമില്ലെന്നുള്ളതാണ്. ഇതിപ്പോൾ ആരെയാണ് പരിശീലിപ്പിക്കുന്നത്? സുധാകരനെയാണോ, അതോ സതീഷിനെയാണോ, ചെന്നിത്തലയാണോ, അതോ ഹസനെയാണോ? പിന്നെ തരൂരിന് ഇതൊന്നും വേണ്ട. തരൂർ ഇതൊക്കെ ഞാനത്ര മുമ്പേ ഇതെല്ലാം കണ്ടവനാണ് എന്ന ഭാവത്തിൽ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് അപ്പം ഇതിലൂടെ പാർട്ടി നന്നാകുമോ? അപ്പോൾ അവർക്കിനി AI ഗ്രൂപ്പുകളൊന്നും ഇല്ലായിരിക്കും. AI കാലമാണുള്ളത് അല്ലേ? കോൺഗ്രസിനകത്ത് ഇങ്ങനെ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളല്ലേ, പിന്നെ വന്ന് തിരുത്തൽവാദി ഗ്രൂപ്പുകൾ. ഇടക്കാലത്ത് കനകൊലുവില്ല വന്നിരുന്നു. തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടല്ലോ, കുറച്ച് ബുദ്ധി ഉപദേശിച്ച് പാർട്ടിയെ വളർത്താനായി. അല്ല, ഇവർക്ക് ഇടയ്ക്കൊക്കെ മുമ്പൊക്കെ ഈ നേതൃ ക്യാമ്പുകളൊക്കെ നടക്കും യൂത്ത് കോൺഗ്രസ്സിലൊക്കെ, ചരൽക്കുന്നിൽ വെച്ചൊക്കെ. അവിടെയൊക്കെ പിന്നെ പല അടി ഒക്കെ ആയിട്ടായിരിക്കും കലാശിക്കുന്നത്. എന്ത് കൊടുത്താൽ എന്താ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പം AI വന്നു കഴിഞ്ഞാൽ അതിൽ പരിശീലനം കൊടുക്കുമോ? ഇപ്പം സാധനങ്ങളുടെ വില വർധനവ്, സപ്ലൈകോയിൽ സാധനമില്ല, ഇതിനൊക്കെ വെളിയിലിറങ്ങി ഈ ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഭരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ AIക്ക് കഴിയുമോ? അതോ ഇവരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? കോൺഗ്രസ്സുകാർ അച്ചടക്കത്തോടു കൂടി മുമ്പോട്ട് പോകണം. അധികാരം അല്ല, പ്രസ്ഥാനമാണ് വലുത് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ്. അല്ല, ഇത് മറ്റൊരു കാര്യം, ഇത് രാഹുൽ ഗാന്ധിയുടെ തന്ത്രമാണോ എന്ന് സംശയമുണ്ട്. ഗുജറാത്തിൽ ഇടക്കാലത്ത് അദ്ദേഹം പറഞ്ഞത് BJP അല്ലെ, കോൺഗ്രസ് മുഴുവൻ BJPക്കാരാണ് എന്ന രീതിയിലാണ്. ഇനി ഇപ്പോൾ ഈ ബുദ്ധി ഉപയോഗിച്ച് പുതിയ തന്ത്രമായിരിക്കും. അല്ല, വരുന്നുണ്ട് ചേട്ടനും അനിയത്തിയും കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് വരുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഒരു പ്രതീക്ഷ ഉള്ളത് ഇവിടെയാണ് കേട്ടോ, കേരളത്തിലാണ്. മറ്റ് ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്, അവിടെ നോക്കണ്ട. പിന്നെ അസം, പിന്നെ ബംഗാൾ, പിന്നെ കേരളം. അപ്പം ഇവിടെ നിന്ന് കഞ്ഞിയും പയറും കുടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് 2 തവണയായിട്ട് പിണറായി വിജയൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട്. ജനങ്ങൾ ആഞ്ഞടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം നേടുകയും ചെയ്തു. ഉണ്ടായിരുന്ന സീറ്റ് നിലനിർത്തി, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതേ ഉള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. പക്ഷേ CPMൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി അവിടെ CPMും പിണറായിയും LDFും അവിടെ ഉറച്ച വിശ്വാസത്തിലാണ് 3ാം തവണയും അധികാരത്തിലേക്ക് വരും എന്നുള്ള രീതിയിൽ. അത്തരത്തിലുള്ള പ്രവർത്തന നീക്കമാണ് അവർ നടത്തുന്നത്. അവർ AIയോ മറ്റെല്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലൊന്നും അത് പുറത്ത് അറിയത്തില്ല. ഇവരുപയോഗിക്കുമ്പോഴാണ്. ഇതിലൂടെ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അത് പാസ്സാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ഇത് ഏത് തരത്തിൽ പരിശീലനം നൽകും? അതെ, രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ടീമും എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും അത് ഇവരുടെ തമ്മിൽ പോര് അവസാനിപ്പിക്കാനായിട്ട് AIക്ക് കഴിയുമോ? അതാണ് അറിയേണ്ടത്. ഇപ്പം ഭരണം കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ AIയുടെ ഭാഗമായി റോബോട്ടുകളെ കൊണ്ടുവന്നാൽ അവർ അതിനെയും ഗ്രൂപ്പിസം പഠിപ്പിക്കും വേണം. അതെ. ഇനിയിപ്പോൾ ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പോര് മുറുകുമെന്നുള്ളതാണ്. ഭരണത്തോട് അടുക്കുന്നുവോ? അല്ല, അത് ഇപ്പോൾ തന്നെ ഇനിയും ഒരു വർഷത്തിലധികമുണ്ട്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് വൻ തർക്കമാണല്ലോ. ഒരു ഭാഗത്ത് ശശി തരൂർ, ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല, VD സതീശൻ, അടൂർ പ്രകാശ്, അങ്ങനെ തമ്മിലടിയാണല്ലോ. ഇത് ഇപ്പൊ കുറച്ചു നാളായിട്ട് നിശബ്ദമാണ്, പുറമേ ഒന്നും കേൾക്കുന്നില്ല. ഇടയ്ക്ക് ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അതിനുശേഷമാണ് ആ വക കാര്യങ്ങളൊന്നും അഭിപ്രായ പ്രകടനം നടത്താത്തത്. പക്ഷേ അണിയറയിൽ ഇത് വേണ്ട രീതിയിൽ അടിത്തട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. 2021 ഭരണം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ
ഈ രമേശ് അല്ല, ചെന്നിത്തല ഈ ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ തമ്മിലടിയും ഫോട്ടോഷൂട്ടും നടക്കുമ്പോൾ മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യപ്പെട്ടല്ലേ അതെ ഒരു മൂന്നാം ഭരണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനാൽ തന്നെ അവർക്ക് ഇനി ഒരു UDFന് ഈ റോബോട്ടിനെ ഇറക്കി കളിച്ചാൽ ഇനി അധികാരത്തിൽ വരാൻ കഴിയുമോ? ഇതിപ്പോൾ ഇവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത്തരത്തിൽ അങ്ങ് അഴിച്ചു അങ്ങ് പോകുന്ന ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതങ്ങ് ഒരു നാശത്തിലേക്ക്, ഒരു പടുകുഴിയിലേക്ക് ചാടാനായിട്ട് നിൽക്കുന്നവരാണ്. ഇപ്പോൾ തന്നെ ഒരു ഭാഗത്ത് BJP നേതാക്കളെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. അതെ, ഇപ്പം 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ചെന്നിത്തലയെ എങ്ങനെ മാറ്റണം എന്നുള്ളതിന് അടിയിൽ പ്രവർത്തിച്ചവരാരൊക്കെയാണെന്ന് കൃത്യമായി ചെന്നിത്തലയ്ക്ക് അറിയാം. ചെന്നിത്തല അത് നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ VD സതീശൻ തന്നെ എങ്ങനെ ഏത് മണ്ഡലങ്ങളിൽ താനുമായിട്ട് യോജിപ്പുള്ളവരെ ഇറക്കി വിജയിപ്പിക്കാം എന്നുള്ള ഒരു 63ന്റെ കണക്ക് കുറേ നാൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണ് ഓരോ തരത്തിൽ. ഇതിനോടൊപ്പം തന്നെ KC വേണുഗോപാലും അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇവർ ഒരു വല്ലാത്ത നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളതാണ്. ഇവർക്കിനി ആരെന്ത് പരിശീലനം കൊടുത്തെന്ന് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് UDFന് അധികാരത്തിൽ എത്തിക്കണമെന്നുണ്ടല്ലേ, പക്ഷേ ഇവർ തയ്യാറല്ല അങ്ങനെ അധികാരത്തിൽ വരാൻ. നേരത്തെ തന്നെ പറഞ്ഞല്ലോ പലരും, ഈ നേതൃപ്രതിസന്ധി ഉണ്ട്, ഘടകകക്ഷികൾ അതൃപ്തരാണ് എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധി കേരളത്തിൽ വന്ന് ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവരുടെ സീറ്റ് കൂടുതൽ ചോദിച്ചിരിക്കുകയാണ്. CMB പോലും അവർക്ക് 2 സീറ്റ് വേണമെന്ന്. പിന്നെ ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസ് അവർക്ക് സീറ്റ് കൂടുതൽ വേണം. RSP ഇതൊക്കെ ചെറിയ ചെറിയ പാർട്ടികളാണ്, ഇവരൊക്കെ കൂടുതൽ ചോദിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ആകെക്കൂടെ ഈ അങ്കലാപ്പിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയുണ്ട്, അത് ലീഗാണ്. അവര് ഈ ഘടകകക്ഷികളുടെ അതൃപ്തിയും കോൺഗ്രസിനകത്തെ തമ്മിൽ പോരും ഒക്കെ കണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് അവർക്കാണ് ഇപ്പോൾ ആവശ്യമായി തീർന്നിരിക്കുന്നത്, കോൺഗ്രസിനല്ല. കോൺഗ്രസിനെ തകർക്കാനുള്ള പരിശീലനം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു AI അതൊക്കെയായിരിക്കും. സ്വന്തം പ്രസ്ഥാനത്തെ എങ്ങനെ അല്ല, മുൻകാലങ്ങളെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നില്ല, ഇതിലൂടെ വന്നപ്പോൾ സാങ്കേതിക വിദ്യയുമായി AC റൂമിനകത്ത് ഇരിക്കുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും കാറിനകത്തൊന്നും ചിലപ്പോൾ ഇറങ്ങേണ്ടി വരത്തില്ല, AI വഴിയെല്ലാം കാര്യങ്ങളങ്ങ് നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് കൊണ്ട് കഴിയാത്തത് AI വഴി ആകാം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ തവണ നേതൃത്വം കൊടുക്കാൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഈ വലിയ കലഹം മൂക്കുന്നു എന്ന് മനസ്സിലായി. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ കിട്ടാനുള്ള ഇടത്തെ വോട്ട് കൂടി പോകുമെന്നുള്ളതാണ്. സീറ്റ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവരെ രാഹുലിനെയും പ്രിയങ്ക ഇവരുടെ വിചാരം വയനാട്ടിൽ വന്ന് എന്തോ ഓളം ഉണ്ടാക്കിയതുപോലെ. വയനാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഏത് കുറ്റിച്ചൂല് നിന്നാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ലീഗിൻ്റെ ഫുൾ സപ്പോർട്ട് നിൽക്കുകയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുള്ള SDPI, വെൽഫെയർ പാർട്ടി ഇവരെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വയനാട് ആർക്കും ഭയക്കേണ്ട കാര്യമില്ല. വയനാട്ടിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ മത്സരമായിരുന്നു സീറ്റിന് വേണ്ടി തന്നെ. പിന്നെ രാഹുലും പ്രിയങ്കയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആർക്കും ഒന്നും ചോദ്യമില്ല. അതോടൊപ്പം തന്നെ നാം ഇതിന് മുൻപൊരു ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരുന്നു, ഈ കോൺഗ്രസിനെ സെമി കേഡർ ആക്കാനായുള്ള സുധാകരൻ വന്നപ്പോഴാണ്. സുധാകരൻ ഇപ്പൊ ഒന്നും പറയുന്നുമില്ലല്ലോ, ഇപ്പൊ അതിനകത്തുള്ളവർ തന്നെ പറയുന്നത് എന്താണ്, സുധാകരന് ഓർമ്മക്കുറവ്, അനാരോഗ്യ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സുധാകരനെ തളർത്താൻ നോക്കുകയാണ്. ഇത് സുധാകരനെ എങ്ങനെയെങ്കിലും നീക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ താല്പര്യം. ഇതുപോലെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ എന്ത് വഴിയുണ്ട്, ചെന്നിത്തല എങ്ങനെ ആക്കാം, അതുപോലെ ഇവർ രണ്ടുപേരും അല്ലാതെ KC വേണുഗോപാലിനെ എങ്ങനെ ഇറക്കാം, ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ ചിന്ത. ഇനിയിപ്പോൾ AI കൂടി ആകുമ്പോൾ അവരിതെല്ലാം ഭംഗിയായിട്ട് ഇനി അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് അവരുടെ വിചാരം. AI വന്നു കഴിഞ്ഞാൽ വീണ്ടും സുഖമായിട്ട് അധികാരത്തിൽ വരാം എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.